പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. പരിശുദ്ധാത്മാവേ, എഴുന്നള്ളി വരണമേ. അങ്ങയുടെ വത്സല മണവാട്ടിയായ പരിശുദ്ധ കന്യകാമറിയത്തിന്റെ വിമല ഹൃദയത്തിന്റെ ശക്തമായ മധ്യസ്ഥതയാൽ എഴുന്നള്ളി വരണമേ. ഈശോയിൽ സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, ഒക്ടോബർ മാസത്തിന്റെ 27-ാം തീയതി നമ്മൾ ഇന്നലെ ധ്യാനിച്ചതുപോലെ ദിവ്യനാഥ വൈദികരോട് സംസാരിക്കുന്നു എന്ന പുസ്തകത്തിലെ മറ്റൊരു സന്ദേശം നമുക്ക് ഇന്ന് ധ്യാനിക്കാം. ഈ സന്ദേശം 275-ാമത്തെ സന്ദേശമാണ്. ദിവ്യനാഥ വൈദികരോട് സംസാരിക്കുന്നു എന്ന പുസ്തകത്തിൽ അവിടെ ഇപ്രകാരമാണ് അതിന്റെ തലക്കെട്ട്: സാത്താൻ ബന്ധിക്കപ്പെടും. സാത്താൻ ബന്ധിക്കപ്പെടുന്നത് എങ്ങനെയാണ്? വലിയ ചങ്ങല കൊണ്ടല്ല. മത പറയാണ് സാത്താൻ ബന്ധിക്കപ്പെടുന്നത് ഈ ജപമാലയാകുന്ന വളരെ ലോലമായിട്ടുള്ള, വളരെ ദുർബലമായിട്ടുള്ള ഒരു ചരട് കൊണ്ടാണ് നിങ്ങൾ പിശാചിനെ ബന്ധിക്കാനായിട്ട് പോകുന്നത്. കാരണം ഈ ജപമാല പ്രാർത്ഥന എന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള, ലളിതമായിട്ടുള്ള പ്രാർത്ഥനയാണ്. ഈ പ്രാർത്ഥന ചൊല്ലുന്ന ആളുകളെ നമ്മൾ ശ്രദ്ധിക്കണം. അവർ വലിയ ബുദ്ധി കൊണ്ടൊന്നുമല്ല ജപമാല ചൊല്ലുന്നത്. അവർ വളരെ എളിമയോടുകൂടെ, കുഞ്ഞുങ്ങളുടെ ഹൃദയത്തോടുകൂടെ, ലാളിത്യത്തോടുകൂടെ ഈ ജപമാല ചൊല്ലുമ്പോൾ പിശാച് ആരെയാണ് യഥാർത്ഥത്തിൽ പിശാച് കീഴ്പ്പെടുത്തുന്നത്? പിശാച് കീഴ്പ്പെടുത്തുന്നത് അഹങ്കാരമുള്ളവരെയാണ്. അപ്പോ നിഗളമുള്ളവരെ, ഇങ്ങനെയുള്ള വ്യക്തികളുടെ ആത്മാക്കളെയാണ് യഥാർത്ഥത്തിൽ പിശാച് കീഴ്പ്പെടുത്തുന്നത്, പരാജയപ്പെടുത്തുന്നത്, അല്ലെങ്കിൽ അതിന്റെ സ്വാധീനത്തിൽ വെക്കുക. ഈ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്ന ഓരോ വ്യക്തിയും ദൈവത്തിന്റെ തിരുമുൻപിൽ ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ ആണ്. ദൈവം അങ്ങനെയുള്ള വ്യക്തികൾക്ക്, ആത്മാക്കൾക്ക് വലിയ സംരക്ഷണം നൽകുന്നു. അങ്ങനെയുള്ള വ്യക്തികളെ ദൈവം വളരെയേറെ സ്നേഹിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള വ്യക്തികള് വലിയ സംരക്ഷണത്തിലായതുകൊണ്ട് പിശാചിന് ഇങ്ങനെയുള്ള വ്യക്തികളുടെ ജീവിതത്തിൽ കടക്കാനോ അവരെ കീഴ്പ്പെടുത്താനോ ഒരിക്കലും സാധിക്കുകയില്ല. അതുകൊണ്ടാണ് മാതാവ് പറയുന്നത്, ഈ ജപമാലയാകുന്ന വളരെ ദുർബലമായ ചരടുകൊണ്ട് പിശാചിനെ ബന്ധിക്കും, നിങ്ങൾ ബന്ധിക്കുമെന്ന് പരിശുദ്ധ അമ്മ പറയുകയാണ്. അതോടൊപ്പം പരിശുദ്ധ അമ്മ പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, ഈ ജപമാല എന്നത് നിങ്ങൾ എന്നോടുകൂടെ ചേർന്ന് ചൊല്ലുന്ന പ്രാർത്ഥനയാണ്. പരിശുദ്ധ അമ്മ ഈ ജപമാല ചൊല്ലുമ്പോൾ നമ്മുടെ കൂടെയുണ്ട്. പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം നമ്മുടെ കൂടെയുണ്ട്. കാരണം നമ്മൾ അമ്മയോട് ചേർന്നാണ് ഈ രക്ഷാകര രഹസ്യങ്ങളെ കുറിച്ച് ധ്യാനിക്കുന്നത്. അമ്മ കടന്നുപോയ ആ ജീവിതാനുഭവങ്ങള്, ദൈവത്തിന്റെ ആ ഇടപെടലൊക്കെ നമ്മുടെ ജീവിതത്തിലും നമ്മൾ അനുഭവിക്കാനായിട്ട് ഇടവരും. പരിശുദ്ധ അമ്മ പറയുകയാണ്, നിങ്ങൾ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ ദൈവപിതാവിന്റെ പ്രത്യേകമായിട്ടുള്ള ആ ഒരു രൂപീകരണത്തിന് നിങ്ങളെ തന്നെ നിങ്ങൾ വിട്ടുകൊടുക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ഈശോയുടെ രക്ഷാകര രഹസ്യങ്ങളെ കുറിച്ച് ധ്യാനിക്കുമ്പോൾ അവിടുത്തെ മനുഷ്യാവതാരത്തെ കുറിച്ചും, അവിടുത്തെ പരസ്യ ജീവിതത്തെ കുറിച്ചും, അവിടുത്തെ പീഡാസഹനത്തെയും കുരിശുമരണത്തെയും കുറിച്ചൊക്കെ നമ്മൾ ധ്യാനിക്കുമ്പോൾ നമ്മുടെയും ജീവിതത്തില് ദൈവത്തിനൊരു പദ്ധതിയുണ്ട് എന്നും ഒരു നിയോഗമുണ്ട് എന്നും ആ നിയോഗത്തിനനുസരിച്ച്, പദ്ധതിക്കനുസരിച്ച് നമ്മൾ ക്രമപ്പെടുത്തുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തിൽ ദൈവം പ്രവർത്തിക്കാനും ദൈവത്തിന്റെ പ്രവർത്തികൾ നമ്മുടെ ജീവിതത്തിൽ പ്രകടമാകാനും അവിടുത്തെ ആധിപത്യം നമ്മളിൽ ഉണ്ടാകാനും ഇടയാകും. അങ്ങനെ ദൈവം ആധിപത്യം പുലർത്തിയ, ആധിപത്യം സ്ഥാപിച്ച ഒരു വ്യക്തിയുടെ ജീവിതത്തിലും ആത്മാവിലും ഒരു കാരണവശാലും പിശാചിന് ഇടപെടാനായിട്ട് സാധിക്കുകയില്ല. നോക്കുക, എത്രയോ മനോഹരമായ സന്ദേശമാണ്. പരിശുദ്ധ അമ്മ പിശാചിനെ ബന്ധിക്കാനായി നമുക്ക് നൽകിയിരിക്കുന്ന ആയുധം വളരെ ലോലമായ, വളരെ ദുർബലമായ ഒരു ചരട്. ഈ ചരടിൽ നമ്മൾ ജപമാല മണികൾ ചൊല്ലിക്കൊണ്ട് ഏറ്റവും എളിമയോടുകൂടെ ഈശോയുടെ രക്ഷാകര രഹസ്യങ്ങളെ കുറിച്ച് ധ്യാനിക്കുമ്പോൾ പിശാച് ശക്തിയില്ലാത്തവനായിട്ട് പോവുകയാണ്. ആ പിശാചിന്റെ എല്ലാ തന്ത്രങ്ങളും അവിടെ തകരുകയാണ്. കാരണം നമ്മുടെ മനസ്സ് ദൈവപിതാവിന്റെ പദ്ധതിയോട് കൂടുതലായിട്ട് ചേർന്ന് നിൽക്കുന്നു, അതിനോട് സഹകരിക്കുന്നു. അവിടെ പിശാചിന് പ്രവർത്തിക്കാൻ പറ്റുന്നില്ല. പിശാച് അവിടെ ശക്തി നഷ്ടപ്പെട്ടവനായിട്ട് മാറുന്നു. ഈ ജപമാല ചൊല്ലുന്ന ദിനങ്ങളിലൊക്കെ നമുക്ക് ഓർക്കാം, നമ്മൾ ഈ ജപമാല കരങ്ങളിൽ എടുക്കുമ്പോൾ ഭൂമി സ്വർഗവുമായിട്ട് ബന്ധിക്കപ്പെടുന്നു. ഭൂമി സ്വർഗവുമായിട്ട് അത് കണക്ട് ചെയ്യപ്പെടുകയാണ്. അവിടെ ആത്മാക്കൾ രക്ഷപ്രാപിക്കുകയാണ്. അവിടെ ദൈവത്തിന്റെ തിരുഹിതം നടക്കപ്പെടുകയാണ്. അവിടെ ജപമാല ചൊല്ലുന്നവന്റെ ജീവിതത്തില് അമ്മയുടെ ശക്തമായ ഇടപെടൽ, അമ്മയുടെ കരം പിടിച്ചുകൊണ്ട് സ്വർഗം മുന്നിൽ കണ്ടുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോവുകയാണ്. ഓരോ ജപമണിയും നമ്മൾ ചൊല്ലുമ്പോൾ നമ്മൾ സ്വർഗത്തിന്റെ ഓരോ പടികളും ചവിട്ടി കയറുകയാണ്. ഈ ലോക ജീവിതത്തിന്റെ ആ നൈമിഷികത മനസ്സിലാക്കിക്കൊണ്ട് അതിന്റെ ലോകം നമ്മുടെ മുൻപിൽ വെച്ച് നീട്ടുന്ന പിശാച് നമ്മുടെ മുന്നിൽ തുറന്നു കാണിക്കുന്ന, നമ്മളെ മോഹിപ്പിക്കുന്ന പല കാര്യങ്ങളും, കണ്ണിന് കൗതുകം നൽകുന്നതും ആസ്വാദ്യമായിട്ടുള്ള പല കാര്യങ്ങളും ഒക്കെ ഉപേക്ഷിക്കാൻ ദൈവപിതാവിന്റെ
കർത്താവിന്റെ പദ്ധതിയോട് സഹകരിക്കാൻ, അങ്ങനെ പരിശുദ്ധ ത്രിത്വം ആ മഹത്വപ്പെടാനായിട്ട് ഇടയാകും. പിശാച് പൂർണ്ണമായും ശക്തി നഷ്ടപ്പെട്ടവനായി ബന്ധിക്കപ്പെടുന്നു എന്ന് പരിശുദ്ധാമ്മ ഈ സന്ദേശത്തിലൂടെ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. നോക്കുക, ജപമാലയുടെ ശക്തി അത് വളരെ വളരെ ശക്തിയേറിയ ഒരു ചങ്ങലയാണ്. ഈ ചങ്ങല കൊണ്ടാണ് നമ്മൾ പിശാചിനെ ബന്ധിക്കാനായിട്ട് പോകുന്നത്. നമ്മുടെ ജീവിതത്തിന്റെ മേഖലകളിൽ, കുടുംബങ്ങളിൽ, വ്യക്തി ജീവിതങ്ങളിൽ, നമ്മുടെ ജീവിത മാർഗങ്ങളിൽ, എല്ലാ മേഖലകളിലും ദൈവത്തിന്റെ സർവാധിപത്യം കടന്നു വരുന്നതോടുകൂടെ പിശാച് പൂർണ്ണമായും പരാജയപ്പെടും. അവന്റെ എല്ലാ തരത്തിലുമുള്ള അവന്റെ തന്ത്രങ്ങളും അവിടെ പരാജയപ്പെടും. ദൈവത്തിന് മഹത്വമുണ്ടാകും. അമ്മ പറയുന്നു, എന്റെ വിമല ഹൃദയം വിജയിക്കും എന്ന് പറഞ്ഞാൽ ഈശോയുടെ ഇഷ്ടം നടപ്പിലാകും. അവൻ പറയുന്നത് പോലെ ചെയ്യാനും നമുക്ക് സാധിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം അമ്മയോട് ചേർന്ന്. ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ.